ഒട്ടേറെ പ്രധാനപ്പെട്ട വാർത്തകൾ വന്നു നിറയുന്ന ഒരു വാർത്താ പ്രഭാതത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് വളരെ വേഗത്തിൽ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പത്രങ്ങളിലൂടെ ഒന്ന് സഞ്ചരിച്ച് നമ്മളുടെ തത്സമയ വാർത്തകളിലേക്ക് വരാം. മനോരമയിൽ പ്രധാനപ്പെട്ട വാർത്ത തീർച്ചയായും ബീരൻ സിംഗിന്റെ രാജി തന്നെയായിരിക്കും. ദേശീയ പ്രാധാന്യമുള്ള ഇന്നലത്തെ വാർത്ത അതുതന്നെയാണ്. മണിപ്പൂർ BJP കൈവിട്ടു, മുഖ്യമന്ത്രി ബീരൻ സിംഗ് പുറത്ത്, ഗതികെട്ട് രാജി എന്ന തലക്കെട്ടിലാണ് മലയാള മനോരമ ആ വാർത്ത കൈകാര്യം ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയിൽ ഒടുവിൽ രാജി എന്നാണ്, മാധ്യമത്തിൽ വഴിയടഞ്ഞപ്പോൾ രാജി എന്നാണ്, ദേശാഭിമാനിയിൽ ഒടുവിൽ രാജിവെച്ച് മണിപ്പൂർ മുഖ്യമന്ത്രി എന്നാണ്, ദ ഹിന്ദുവിൽ ബീരൻ ക്വിറ്റ്സസ് മണിപ്പൂർ CM ആഫ്റ്റർ മീറ്റിംഗ് ഷാ എന്നാണ്. നമുക്ക് മനോരമയിൽ തുടങ്ങാം. ഗതികെട്ട് രാജി, കോൺഗ്രസ് ഇന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനിരിക്കെ തീരുമാനം. കലാപകാലത്തും പിടിച്ചുനിന്ന ബീരേന് വിനയായത് പാർട്ടിയിലെ പട. അമിത്ഷാ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഒഴിയാൻ നിർദ്ദേശിച്ചു എന്നാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. 2 വർഷത്തോളമായി മണിപ്പൂരിൽ തുടരുന്ന വംശീയ കലാപത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ബീരൻ സിംഗ് രാജിവെച്ചു. ഇന്ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ കോൺഗ്രസ് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ തീരുമാനിച്ചിരിക്കെയാണ് രാജി. BJPയിലെ തന്നെ ഒരു വിഭാഗം MLA-മാർ ബീരൻ സിംഗിനെതിരെ തിരിയുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. ഇന്ന് ചേരാനിരുന്ന മണിപ്പൂർ നിയമസഭാ സമ്മേളനം റദ്ദാക്കി ഗവർണർ അജയ് കുമാർ ഭല്ല ഉത്തരവിട്ടിരിക്കുന്നു. ഇന്ന് അജയ് കുമാർ ഭല്ല ദില്ലിയിലെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച ഡൽഹിയിലെത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ടു മടങ്ങിയെത്തിയ ശേഷമാണ് ബീരൻ സിംഗ് ഇന്നലെ നാടകീയമായി രാജി സമർപ്പിച്ചത്. 2017 മുതൽ മുഖ്യമന്ത്രിയാണ് ബീരൻ സിംഗ്. 2023 മെയ് മാസം 3-ന് മെയ്തേയ്കളും കുക്കികളും തമ്മിൽ ആരംഭിച്ച വംശീയ കലാപത്തിൽ ബീരൻ സിംഗ് പങ്കാളിയാണെന്ന് കുക്കി സംഘടനകൾ ആരോപിച്ചിരുന്നു. ബീരൻ സിംഗിന്റെ രാജി ആവശ്യപ്പെട്ട് BJPയുടെ കുക്കി MLA-മാർ മാത്രമല്ല 20ഓളം മെയ്തേയ് MLA-മാരും കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവരെ പലവട്ടം കണ്ടിരുന്നു. ബീരൻ സിംഗിനെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു അന്ന് കേന്ദ്ര നേതൃത്വം സ്വീകരിച്ചിരുന്നത്. ഒടുവിൽ ഗത്യന്തരമില്ലാതെ രാജി എന്നതാണ് ബീരൻ സിംഗിന് മുന്നിൽ BJP വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം. രാഷ്ട്രപതി ഭരണമോ പുതിയ മുഖ്യമന്ത്രിയോ എന്നുള്ളതാണ് ചോദ്യം. പുതിയ മുഖ്യമന്ത്രിയെ നിയമിക്കും വരെ ബീരൻ സിംഗ് കെയർടേക്കർ മുഖ്യമന്ത്രിയായി തുടരും. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താനും സാധ്യതയുണ്ട്. രാഷ്ട്രപതി ഭരണം വേണമെന്ന് കുക്കി സംഘടനകൾ ദീർഘകാലമായി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു തീരുമാനം ഇന്നുണ്ടാവും. ഇരുവിഭാഗങ്ങൾക്കും, മെയ്തേയ് കുക്കി വിഭാഗങ്ങൾക്കും ഒരേപോലെ സ്വീകാര്യനായ ഒരു നേതാവിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കിട്ടിയില്ലെങ്കിൽ രാഷ്ട്രപതി ഭരണത്തെക്കുറിച്ചായിരിക്കും കേന്ദ്രം ആലോചിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത 31 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന വധിച്ചു എന്നതാണ്. 2 സുരക്ഷാ സേനാംഗങ്ങൾക്ക് വീരമൃത്യു. ഛത്തീസ്ഗഡിൽ ബീജാപ്പൂരിലാണ്. 11 വനിതകളടക്കം 31 മാവോയിസ്റ്റുകളെ സുരക്ഷാസേന ഏറ്റുമുട്ടലിൽ വധിച്ചു. ഛത്തീസ്ഗഡുകാരായ നരേഷ് ധ്രുവ്, വസിത് റാവ് എന്നീ സുരക്ഷാ സൈനികർ ഏറ്റുമുട്ടലിനിടെ വീരമൃത്യു വരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 2 സൈനികരെ ബീജാപ്പൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സമീപകാലത്ത് നടന്ന ഏറ്റവും വലിയ ആൾനാശമാണ് മാവോയിസ്റ്റുകൾക്കുണ്ടായത്. ബീജാപ്പൂർ ജില്ലയിലെ കടുവ സങ്കേതമായ ഇന്ദ്രാവതി നാഷണൽ പാർക്കിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. മാവോയിസ്റ്റുകൾ സുരക്ഷിത താവളമായി കണക്കാക്കുന്ന ഇവിടെ 680 സുരക്ഷാ സൈനികരടങ്ങുന്ന സംഘമാണ് തെരച്ചിൽ പങ്കെടുത്തത്. 31 മാവോയിസ്റ്റുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. നേതാക്കൾക്ക് വൻ തുക നൽകി എല്ലാം വെളിപ്പെടുത്തുമെന്ന് പ്രതി. അനന്തകൃഷ്ണന്റെ വാർത്തയാണ്. പാതിവില തട്ടിപ്പിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് വൻ തുക നൽകിയെന്നും ഇവരുടെ പേരുകൾ ഉടൻ പുറത്തുവിടുമെന്നും പാതിവില തട്ടിപ്പിലെ കേസിലെ പ്രതി അനന്തകൃഷ്ണൻ. കൊച്ചിയിലും ഫ്ളാറ്റിലും ഓഫീസിലും പോലീസ് തെളിവെടുപ്പിന് എത്തിച്ചപ്പോഴാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അനന്തു പ്രതികരിച്ചത്. തട്ടിപ്പിന് കളമൊരുക്കിയ NGO കോൺഫെഡറേഷൻ രൂപീകരിച്ചത് ഷാഹി ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാൻ KN അനന്തകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് അനന്തു പറഞ്ഞു. അപ്പോൾ ഈ തട്ടിപ്പിന്റെ സൂത്രധാരനായി അനന്തകുമാർ മാറുന്നു എന്ന ഇന്നലത്തെ നമ്മുടെ റിപ്പോർട്ടറിന്റെ വാർത്ത ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ അനന്തകൃഷ്ണന്റെ പ്രതികരണവും. മാതൃഭൂമിയിൽ വാർത്തയിലേക്ക് എത്തിയാൽ മാതൃഭൂമിയിലും ഒടുവിൽ രാജി. 31 പേരെ ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റുകളെ വധിച്ച വാർത്തയും പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ പത്രം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. ആയുധങ്ങൾ കൊള്ളയടിച്ചു. മണിപ്പൂരിലെ തൗബൽ ജില്ലയിൽ ഇന്ത്യ റിസർവ് ബറ്റാലിയന്റെ ഔട്ട്പോസ്റ്റിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും അജ്ഞാതരായ തോക്കുധാരികൾ കൊള്ളയടിച്ചു. ബറ്റാലിയന്റെയും മണിപ്പൂർ റൈഫിൾസിന്റെയും പക്കലുള്ള 6 SL-6-കൾ, 3 AK റൈഫിളുകൾ, വെടിക്കോപ്പുകൾ എന്നിവയാണ് കൊള്ളയടിച്ചത് എന്നുകൂടി മാതൃഭൂമി പത്രം ബീരൻ സിംഗിന്റെ രാജിയുമായി ബന്ധപ്പെട്ട വാർത്തയിൽ പറയുന്നുണ്ട്. പാതിവില തട്ടിപ്പിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘമുടൻ. പിണങ്ങിയപ്പോൾ ഭർത്താവിൻ്റെ പണി, ഭാര്യയുടെ ജോലി തട്ടിപ്പ് പുറത്ത്. ജോലി കിട്ടിയ ഭാര്യ തൊഴിലില്ലാത്തയാളെന്ന് അധിക്ഷേപിച്ച ഭർത്താവിനെ ഉപേക്ഷിച്ചു. ഇതിലുള്ള അമർഷത്തിൽ ഭാര്യയ്ക്കെതിരെ നൽകിയ പരാതിയിൽ പുറത്തു വന്നത് റെയിൽവേയിലെ വൻ ജോലി തട്ടിപ്പാണ് എന്ന ഒരു വലിയ വാർത്തയുണ്ട്. മാതൃഭൂമി കൊടുക്കുന്ന വാർത്തയാണ്. ഇതിലുള്ള അമർഷത്തിൽ ഭാര്യയ്ക്കെതിരെ നൽകിയ പരാതിയിൽ പുറത്തു വന്നത് റെയിൽവേയിലെ വലിയ ജോലി തട്ടിപ്പ്. ഭാര്യയ്ക്ക് ജോലി കിട്ടിയത് തട്ടിപ്പിലൂടെയാണെന്നും ഇതിനായി താൻ കൃഷിഭൂമി പണയപ്പെടുത്തിയാണ് പണം നൽകിയിരുന്നുമുള്ള രാജസ്ഥാൻ കോട്ട സ്വദേശി മനീഷ് മീണയുടെ പരാതിയിലൂടെയാണ് ജോലി തട്ടിപ്പിൻ്റെ ചുരുളഴിഞ്ഞത്.
വ്യാജ ഉദ്യോഗാർത്ഥി ഉപയോഗിച്ചാണ് ഭാര്യ ആശ മീണ റെയിൽവേയുടെ റീജിയണൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് പരീക്ഷ പാസ്സായതെന്നാണ് പരാതി. ഇതിനായി കൈക്കൂലി കൊടുക്കാനുള്ള 15 ലക്ഷം രൂപ കൃഷിഭൂമി പണയപ്പെടുത്തിയാണ് മനീഷ് കണ്ടെത്തിയത്. ജോലി വാങ്ങി നൽകിയെങ്കിലും 5 മാസത്തിനു ശേഷം ഭാര്യ ഉപേക്ഷിച്ചു. അതോടുകൂടി പണി പാളി. ഒടുവിലിപ്പോൾ ഒരു വലിയ റെയിൽവേ തട്ടിപ്പിൻ്റെ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ദുരന്തബാധിതർക്ക് പ്രതിദിനം 300 രൂപ കൂടി 9 മാസം കൂടെ കൂട്ടി എന്ന വാർത്തയും മാതൃഭൂമി പ്രധാനപ്പെട്ട ഒരു വാർത്തയായി തന്നെ നൽകുന്നുണ്ട്. ഗാസ വെടിനിർത്തൽ കരാർ പ്രധാന ഇടനാഴിയിൽ നിന്ന് പിന്മാറി ഇസ്രായേൽ എന്ന വാർത്തയും പത്രം പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകുകയും ചെയ്തു. ദേശാഭിമാനിയിലേക്ക് എത്തിയാൽ കോൺഗ്രസിൻ്റെ വഞ്ചന, ഇന്ത്യ കൂട്ടായ്മയിൽ അമർഷം എന്ന തലക്കെട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ദുരന്തബാധിതർക്ക് പ്രതിദിനം 300 രൂപ 9 മാസം കൂടി, മുണ്ടക്കയിൽ സർക്കാരിൻ്റെ കരുതൽ വീണ്ടും എന്ന വാർത്ത കൂടി പത്രം കൊടുക്കുന്നു. പ്രധാനപ്പെട്ട ലീഡായിട്ട് ദേശാഭിമാനിയിലുള്ളത് ഇന്ത്യ കൂട്ടായ്മയിൽ അമർഷം എന്നുള്ളത് തന്നെയാണ്. നജീബ് കാന്തപുരത്തിൻ്റെ വാദം പൊളിയുന്നു. മുദ്ര ഫൗണ്ടേഷൻ പണം വാങ്ങിയതിന് തെളിവ്. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിലുള്ള മുദ്ര ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ലാപ്ടോപ്പും സ്കൂട്ടറും നൽകാൻ വിദ്യാർത്ഥിയിൽ നിന്ന് നേരിട്ട് പണം സ്വീകരിച്ചതിൻ്റെ തെളിവ് പുറത്ത്. ബാങ്ക് വഴി മാത്രമാണ് പണം കൈപ്പറ്റിയതെന്ന നജീബിൻ്റെ വാദം ഇതോടെ പൊളിഞ്ഞു. പല വിദ്യാർത്ഥികളിൽ നിന്നും ഫണ്ട് പണമായി സ്വീകരിച്ചിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന ക്യാഷ് റെസീറ്റുകൾ പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ക്യാഷ് റെസീറ്റ് കൂടി പത്രം ആദ്യ പേജിൽ തന്നെ പങ്കുവെക്കുകയും ചെയ്യുന്നു. തൗഫീക്കിലൂടെ കേരളം. ദേശീയ ഗെയിംസ് അത്ലറ്റിക്സിൽ കേരളം പൊന്നുതൊട്ടു. ആദ്യ ദിനം 3 വെങ്കലത്തിൽ ആശ്വസിച്ച കേരളം 2ാം ദിവസം ട്രാക്കിലും പിറ്റിലും തിളങ്ങി. 42 സ്വർണവുമായി സർവീസസ് ആണ് ഒന്നാമത്. ദേശീയ ഗെയിംസ് ഡെക്കാത്തലിനിൽ സ്വർണം നേടിയ കേരളത്തിൻ്റെ തൗഫീക്കിൻ്റെ വാർത്തയും ദേശാഭിമാനി ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. മാധ്യമത്തിലേക്ക് എത്തിയാൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകുന്നത് വഴിയടഞ്ഞപ്പോൾ രാജി എന്ന തലക്കെട്ടിൽ ബീരേൻ സിംഗിൻ്റെ വാർത്തയും ഛത്തീസ്ഗഡിൽ മാവോവാദി വേട്ട 31 പേരെ വെടിവെച്ചു കൊന്നു എന്ന വാർത്തയുമാണ്. ഒപ്പം ഇസ്രായേൽ സംഘം ഖത്തറിലേക്ക് 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയ്ക്കായി പോകുന്നു എന്നുള്ളതാണ്. പകുതിവില തട്ടിപ്പിൽ റിട്ടയർഡ് ജസ്റ്റിസിനെതിരെ CN രാമചന്ദ്രൻ നായരെതിരെ കേസ് കൊടുത്ത വാർത്തയും മാധ്യമം ആദ്യ പേജിൽ തന്നെ നൽകുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് ജനങ്ങളുമായി ബന്ധമില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞ വാർത്തയും മാധ്യമം പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു. പ്രദേശത്തെ ജനങ്ങളുമായി ബന്ധമില്ലാത്ത ഒരു വിഭാഗമാണ് കോൺഗ്രസ് നേതാക്കളെന്നും ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന പാർട്ടികൾക്കേ അവസരമുണ്ടാകൂ എന്ന് ഓർമ്മ വേണമെന്നും KPCC പ്രസിഡന്റ് കെ സുധാകരൻ MP പറഞ്ഞു എന്നാണ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത്. ദ ഹിന്ദു പത്രത്തിലേക്ക് എത്തിയാൽ ബീരേൻ ക്യൂറ്റ്സസ് മണിപ്പൂർ CM ആഫ്റ്റർ മീറ്റിംഗ് ഷാ എന്ന തലക്കെട്ടിൽ ബീരേൻ സിംഗിൻ്റെ രാജിവാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു കൊടുക്കുന്നത്. ഒപ്പം ഛത്തീസ്ഗഡിൽ 31 മാവോയിസ്റ്റുകളെ വധിച്ച വാർത്തയും ലീഡ് വാർത്തയായി ഹിന്ദു പത്രം നൽകുന്നു. BJP begins talks to select Delhi Chief Minister. Overtaking likely after Prime Minister US visit. പ്രധാനമന്ത്രിയുടെ US വിസിറ്റിന് ശേഷമായിരിക്കും ദില്ലിയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചടങ്ങ് ഉണ്ടാവുക. CSR ഫണ്ട് സ്കാം പോലീസ് ബുക്ക് എക്സ് ഹൈക്കോടതി ജഡ്ജ് എന്നുള്ളതാണ്. CN രാമചന്ദ്രൻ നായരുടെ പേരിൽ കേസെടുത്തത് പ്രധാനപ്പെട്ട വാർത്തയായി ദ ഹിന്ദു പത്രം ആദ്യ പേജിൽ തന്നെ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. പത്രങ്ങളിലൂടെ നമ്മൾ വേഗത്തിൽ പോകുമ്പോൾ ചുരുക്കത്തിൽ ദേശീയതലത്തിൽ ബീരേൻ സിംഗിൻ്റെ രാജി, മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം വരുമോ, ദില്ലിയിൽ ആരായിരിക്കും മുഖ്യമന്ത്രി, അതേപോലെ ഛത്തീസ്ഗഡിലെ മാവോവാദി വേട്ട, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. കേരളത്തിലേക്ക് എത്തിയാൽ ഇന്നത്തെ ദിവസവും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് പാതിവില തട്ടിപ്പിൽ ആരൊക്കെ പണം വാങ്ങി എന്ന വലിയ ചോദ്യം നമ്മളുടെ മുന്നിലുണ്ട്. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ വരുന്ന നിമിഷങ്ങളിൽ റിപ്പോർട്ടർ TV പ്രേക്ഷകരിലേക്ക് എത്തിക്കും.